തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. മക്കളിൽ കാരുണ്യം താതനെന്നോണം, മക്കളിൽ കാരുണ്യം താതനെന്നോണം, ഭക്തരിൽ വാത്സല്യം വാനവൻ നൂനം, ഭക്തരിൽ വാത്സല്യം വാനവൻ നൂനം. വാഴ്ത്തുക നീ മനമേ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ ബാജി ഫിലിപ്പ് കങ്ങഴ. ഇതാ പിന്നെയും ഒരാഴ്ചവട്ടത്തിന്റെ 1-ാം ദിനം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കല്ലറയെ ഭേദിച്ചുകൊണ്ട് മരണത്തെ തോൽപ്പിച്ച മനുഷ്യപുത്രനായി ഉയർത്തെഴുന്നേറ്റ ആ മഹാസംഭവം. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ദൈവജനം ഒന്നിച്ചുകൂടി യേശുക്രിസ്തുവിൽ കൂടെ പിതാവായ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന കർത്തൃദിവസം. ഇന്ന് രാവിലെ നമ്മുടെ ചിന്തകൾ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളിലേക്ക് തിരിയട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 36-ാം വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു: അനന്തരം യേശു അവരുമായി ഗതശമന എന്ന തോട്ടത്തിൽ വന്നു. യുഗങ്ങൾക്ക് മുന്നേ പിതാവായ ദൈവം ഒരുക്കിയ രക്ഷാപദ്ധതി പ്രാവർത്തികമാക്കുവാൻ, സാക്ഷാത്കരിക്കുവാൻ യേശുക്രിസ്തു തന്നെത്താൻ സമർപ്പിക്കുന്ന 1-ാമത്തെ സ്ഥാനം ഗത്ശമന. ദൈവപുത്രൻ മനുഷ്യപുത്രനായി തീർന്നപ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. യേശു ദുഃഖിച്ചു, വ്യാകുലപ്പെട്ടു, ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായി തീർന്നു. താൻ സൃഷ്ടിച്ച നിലത്ത് അവിടുന്ന് കവിണ്ണു വീണു. ഉള്ളം തകരുന്ന വ്യഥയിൽ പാപത്തിന്റെയും കോപത്തിന്റെയും പാനപാത്രം പിതാവേ കഴിയുമെങ്കിൽ നീങ്ങിപ്പോകണം എന്നാഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. എങ്കിലും താതനിഷ്ടം നിറവേറുവാൻ തന്നെത്താൻ സമർപ്പിച്ചു. നമ്മുടെ കർത്താവ് നിന്ന മറ്റൊരു സ്ഥാനം യോഹന്നാൻ 19-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു. ആ മനുഷ്യൻ ഇതാ എന്ന് പ്രസ്താവിച്ചുകൊണ്ട് പീലാത്തോസിനോടൊപ്പം ഗബഥ എന്നുള്ള ന്യായാസനത്തിങ്കിലേക്ക് വാറുകൊണ്ട് അടിക്കപ്പെട്ടവനായി, മുൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ചവനായി, കണ്ടാലാളല്ല എന്ന് തോന്നുവാറ് വിരൂപമാക്കപ്പെട്ടവനായി പുരുഷാരത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന അരുമാനാഥൻ. 3-ാമതൊരു സ്ഥാനം അതേ അധ്യായം 17-ാം വാക്യം, അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് ഗോൽഗോഥ എന്നു പേരുള്ള തലയോരിടം എന്ന സ്ഥലത്തേക്ക്. ഇന്ന് രാവിലെ നമ്മുടെ കർത്താവായിരുന്ന ഈ 3 സ്ഥാനങ്ങൾ നമ്മുടെ മനസ്സിൽ ഒന്നുകൂടെ തെളിയട്ടെ. ഒന്ന് ഗത്ശമന. പാട്ടുകാരനോട് ചേർന്ന് നമുക്കും ഏറ്റുചൊല്ലാം: എൻ പേർക്കായി ജീവൻ വയ്ക്കും പ്രഭു, ഗത്ശമനയിടം ഞാൻ മറന്നിടുമോ? നിൻ വ്യഥ ഒക്കെയും നിന്റെ സങ്കടം, രക്തം, വിയർപ്പെന്നിവ ഒരു നാളും മറക്കുമോ ഞാൻ? 2 ഗബഥ. നിന്നതിനും നിസ്സഹായനുമായി ദുസ്സഹമായ വേദനയോടുകൂടെ ആക്രോശിച്ചു നിൽക്കുന്ന ജനത്തിന്റെ മുമ്പിൽ ശാന്തമായി നിൽക്കുന്ന നമ്മുടെ കർത്താവ്. 3 ഗോൽഗോഥ. ഇരുകളർ നടുവിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ സ്വന്തം തോളിൽ തല ചായ്ച്ച് സകല ലോകത്തിന്റെയും പാപം ചുമന്ന് നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പ്രിയപ്പെട്ടവരെ, ആത്മനിർവൃതിയോടെ നിറഞ്ഞ് കവിയുന്ന സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കുവാൻ കടന്നു പോകുമ്പോൾ നമുക്ക് സാധ്യമാക്കി തന്ന നിത്യരക്ഷയുടെ പിൻപിൽ സ്വർഗം കൊടുത്ത വില എത്രയോ ശ്രേഷ്ഠം എന്ന് ഓർക്കാം. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും നന്ദിയുടെയും സ്തുതി സ്തോത്രയാഗങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയരട്ടെ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ.
പരനേ